മക്കളെ, എന്നാണ്ട് വിശേഷം? കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഒരു വ്ളോഗായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. ഇത് ആക്ച്വലി എനിക്ക് കുറേ പേര് ഇങ്ങനെ ഇടയ്ക്ക് മെസ്സേജ് അയക്കണം. നമ്മുടെ ജി പി ചാൻ്റെ കല്യാണം ചെയ്തപ്പോൾ എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചായിരുന്നു. ഞാൻ ഇതിനു മുമ്പും നമ്മുടെ അങ്കമാലിലുള്ള കല്യാണ പരിപാടിയൊക്കെ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫുഡ് അങ്ങനെ ഇപ്പം അങ്കമാലി എന്ന് പറയുമ്പോൾ അങ്കമാലി മാങ്കറി അല്ലെങ്കിൽ പോർക്ക് ഇതൊക്കെയാണ്. ഈ ഫുഡ് ഐറ്റംസിൻ്റെ കുറേ കഥകൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു കല്യാണത്തിന് ആക്ച്വലി ഫുഡ് നിങ്ങൾക്ക് കാണിച്ചുകൂടെ എന്നൊക്കെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മാത്രം കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ആണോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. എല്ലാത്തിനുള്ള ഉത്തരവാണ് ഇന്നത്തെ ഈ വ്ളോഗ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിലാണ്. ഇവിടെ കൊച്ചി തൃശ്ശൂരൊക്കെയുള്ള നവ്യ ബേക്കേഴ്സിൻ്റെ ബൈച്ചൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ സുഹൃത്താണ് ഇന്ന് ഫുഡ് പരിപാടികൾ ചെയ്യുന്നത്. ആക്ച്വലി ഒരു 5000 പേര് ഫംഗ്ഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഫുഡ് മെനു ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരുപാട് ഐറ്റംസ് ഇന്നിവിടെ ഉണ്ട്. ഇവിടുത്തെ സെറ്റിങ്സ് കാണുമ്പോൾ തന്നെ ആക്ച്വലി ഇത്രയും വലിയ സെറ്റിങ്സ് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മുടെ കോഴിക്കോട് ഭാഗത്ത് അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ട് ചെയ്യുന്നു. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു ഒരു വീഡിയോ ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല പരിപാടിയാണ്. നല്ല ഫുഡും കഴിക്കാം, വെറൈറ്റി ഫുഡുകളും കഴിക്കാം, വെറൈറ്റി സെറ്റിങ്സ് കാണാം. നമ്മുടെ ഫ്രണ്ട്സായിട്ട് ഇപ്പം വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഇത്. അപ്പോൾ ഇൻവിറ്റേഷൻ ഉണ്ട്. അപ്പോൾ എല്ലാം ഒരുമിച്ച് നടക്കും. അങ്ങനെയാണ് ഇന്നിപ്പോൾ ഈ പരിപാടിക്ക് വന്നേക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഇൻട്രോ എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് നല്ല വിശപ്പുണ്ട്. ബാക്കിൽ എൻ്റെ കൂടെ വന്ന് നിതിൻ വെട്ടി വിഴുങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഇൻട്രോ കഴിഞ്ഞിട്ട് വേണം എനിക്ക് നിതിൻ കഴിക്കാനായിട്ട്. ബാക്കി ഫ്രണ്ട്സ് പിന്നാലെ വരുന്നുണ്ട്. പിന്നെ പുറത്ത് നല്ല ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തുടങ്ങേക്കാൻ മുമ്പ് പെട്ടെന്നൊരു ഇൻട്രോ എടുക്കാം. പിന്നെ നിങ്ങൾ ഫുഡ് കാര്യങ്ങൾ കാണിച്ചു തരാം. പിന്നെ നമുക്ക് നോക്കാം. ജോബി എന്നാണ് നമ്മുടെ കാറ്ററിംഗ് സർവീസ്. അതായത് ഇവർ ഈ ഫുഡ് മുഴുവൻ സെറ്റ് ചെയ്തേക്കുന്നത് അവരാണ്. കിരിയന്താൻസ് ഫുഡ് കഫേ. ഇവർ ആക്ച്വലി കൊച്ചിയും തൃശ്ശൂരുമാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. എത്ര പേര് പരിപാടി ആയാലും അടിപൊളിയായിട്ട് സെറ്റിങ്സ് നിങ്ങൾ വിഷ്വലി ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സെറ്റിങ്സും ഫുഡും മെനു ഒക്കെ അതിൻ്റെ അടിപൊളിയായിട്ട് ഫുഡ് കാണിച്ച് കൊതിപ്പിക്കണം കേട്ടോ. നിങ്ങൾ ഈ ഫുഡ് കാണിച്ചപ്പോൾ എനിക്കറിയാം കമൻറ്റ് ചെയ്യുമെന്ന്, ചേട്ടാ കൊതിപ്പിക്കല്ല ചേട്ടാ എന്നൊക്കെ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ തൽക്കാലം ഇതൊക്കെ ഒന്ന് കാണ്. എന്നിട്ട് നമുക്ക് ജോബീനെ കിട്ടുകയാണെങ്കിൽ ജോബിയുടെ അടുത്ത് ചോദിക്കാം എന്തൊക്കെയാണ് സ്പെഷ്യൽ ഐറ്റംസ്. ആക്ച്വലി മെനു ഞാൻ കണ്ടായിരുന്നു. എന്നാൽ പോലും നമുക്ക് സ്പെഷ്യൽ ഐറ്റം എല്ലാത്തിൻ്റെ പേരും നമുക്കറിയില്ലല്ലോ. ഞാനൊരു ഫുഡ് ബ്ലോഗ് ചെയ്യുന്ന ആളെന്നല്ലോ. അപ്പം ഈ പരിപാടികളൊക്കെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഞാൻ നിന്ന് പേർക്കാണ് ഇതിനകത്ത്. അതാണ് ഏറ്റവും വലിയ പാട്. ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇനി നിങ്ങൾ കുറച്ച് നേരം ഫുഡ് സെറ്റിങ്സൊക്കെ കണ്ടിട്ട് വാ. അപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ് എല്ലാവരും തന്നെ വരും. അത് കഴിഞ്ഞ് നമ്മുടെ ചെക്കനെ പെണ്ണിനെയൊക്കെ കാണിച്ചു തരണ്ടേ, അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് കൊതിപ്പിച്ചിട്ട് ഞാൻ കടന്നു പോവേ. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് വരാം. എന്നാൽ അപ്പോഴേക്കും നിങ്ങൾ കണ്ടിട്ട് വാ. ഓക്കെ. നമ്മളിവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന 2-3 പിള്ളേര്. എന്നാടാ പേരെന്നാ? ആവറിൻ. പേരെന്നാ? ജോയൽ, ഏബൽ. ഇവര് 3 പേര് ചോദിച്ചു ചേട്ടൻ എന്തെങ്കിലും യൂട്യൂബ് ചാനലാണോന്ന്. ഞാൻ പറഞ്ഞ ന്യൂസ് ചാനലാന്ന് പറഞ്ഞു. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇവർക്ക് കാണിച്ചു കൊടുക്കണം. ഇവര് കണ്ടിട്ടില്ല. യൂട്യൂബ് ചാനൽ എടുക്ക്, ഫോൺ എടുക്ക്. LIJO ഫസ്റ്റ് വൺ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കട്ടെ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം. ഫുഡ് കഴിച്ചാ? അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇവരോട് പറയണം എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ജോബിച്ചൻ്റെ ഫുഡാണ്, പറയണം കേട്ടോ. എടാ സ്റ്റാർട്ടർ എങ്ങനെ ഉണ്ടടാ? നീ എന്നിട്ട് കഴിച്ചേ? കൊഞ്ചാണ് കഴിച്ചേ ചിക്കനാണ് കഴിച്ചേ? കൊഞ്ച് കിട്ടിയില്ല. ഞങ്ങളിവിടെ പറഞ്ഞേ ഇതിനെ നമ്മൾ പറഞ്ഞില്ലേ സിബിൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ ഇല്ലേ? സിബിൻ കൊണ്ടുവരുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. 2 കൈ വീശി വന്നേക്കാണ്. എങ്ങനെയുണ്ടായിരുന്നു സിബിനെ? സാധനം എന്താ കഴിച്ചേ? എല്ലാം കഴിച്ചു. വീട്ടിൽ പോണാ?
ആൻ്റെ കുറെ നേരം പറയണു വിശക്കണു. ഫസ്റ്റ് കോഴ്സാ അപ്പം, മട്ടൻ, ഫിഷ്, ചിക്കൻ, പോർക്ക്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ നീ കാണാനില്ല. എടാ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ നീ ഓക്കെ അവിടെ പോയിരുന്ന എല്ലാവരുടെ അടുത്തും ചോദിച്ചു നോക്കാം. വാ, ഇതാരത്? നിന്ന് കഴുകി. എടാ ഒറ്റ അഭിപ്രായമുള്ളൂ, ഇത് ഫസ്റ്റ് കോഴ്സ് അല്ലേ? അത് ഓർഡർ കഴിച്ചിട്ട് അല്ല, ഇത് ഫസ്റ്റ് അല്ലേ കോഴ്സ്? ഇത് ഏതെങ്കിലും കഴിച്ചിട്ട് ടേസ്റ്റ് നീ പറഞ്ഞേ, അതാണ് നിന്റെ ഉത്തരവാദിത്വം. നല്ല നിങ്ങൾ മോശ കൂട്ടത്തില് വെജ് എങ്ങനെയുണ്ട് അത് നീ മാത്രമേ പറയാനുള്ളൂ. നല്ലതാണോ? അതല്ല വെജ്. കയ്യൊക്കെ പെടൂലോ. എടാ ആൻറ്റോ നീ കഴിച്ചോടാ, ഇത് മതി. ഫുഡ് ഇതാണ്, നമ്മളെല്ലാം കഴിച്ചിട്ട് ലാസ്റ്റ് പറയാം അല്ലേ? ലാസ്റ്റ് പറഞ്ഞാൽ പോരെ? ലാസ്റ്റ് പറയാം. നമ്മൾ ആദ്യം ഡെസേർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഈ സാധനം ഇത് നീ കഴിച്ചായിരുന്നാ? വാവ്, മെൽറ്റായി പോണു. ആൻറ്റോ നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? സാധാരണ ഗതിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറമാരുടെ കൊതി എനിക്ക് കിട്ടാറുണ്ട്. ഡോണറ്റ് ആണോ? ഇതെങ്ങനെയുണ്ട്? അതാ ഇത് നോക്കട്ടെ, ഇതൊക്കെ എന്താണെന്ന് എനിക്ക് അറിയില്ല. എങ്ങനെയുണ്ട് പറ. നീ കഴിക്കുന്ന സാധനം ഞാൻ എടുത്തിട്ടില്ല. ഇത് നല്ല സൂപ്പർ സാധനം. സൂപ്പർ സാധനമാണോ? എൻ്റെ പേരറിയോ? പേരറിയില്ല, അവിടെ പേരൊന്നും എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഡെസേർട്ട് മാത്രമേ ഇതിലുള്ളൂ. ഡെസേർട്ട് എല്ലാവർക്കും വരാൻ പറ്റും. നമ്മൾ അടുത്ത സ്റ്റെപ്പ് കിടക്കാൻ പോകുന്നത് മെയിൻ കോഴ്സിലേക്കാണ്. സെക്കൻഡറി കോഴ്സാണല്ലേ? അടുത്ത സെക്കൻഡറി കോഴ്സാണ്, അതിലേക്ക് കിടക്കാം. ഇതെന്താ ഡിഗ്രിയാ? നേരത്തെ പറഞ്ഞ നമ്മുടെ കാറ്ററിംഗ് സർവീസിന്റെ മുതലാളി കം പ്രൊപ്പറേറ്റർ കം ഇതാണ് ജോബിയാണ് നമ്മുടെ കൊച്ചിന്റെ തനുവിന്റെ പരിപാടിയൊക്കെ ചെയ്തത്. നിങ്ങൾ അന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നായിരുന്നു. ജോബിനെ കാണിച്ചിട്ടില്ല, പക്ഷെ ഫുഡ് ഞാൻ കാണിച്ചു തന്നായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് അറിയേണ്ടത് ഇവിടെ ഇപ്പം നമ്മൾ എല്ലാ ഐറ്റം കഴിക്കാൻ പറ്റില്ല. കണ്ടു എല്ലാ ഐറ്റവും. എത്ര ഐറ്റം ഉണ്ട് മെനുവിൽ? ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഏകദേശം ഒരു 52-55 ഐറ്റം ഉണ്ട്. ഡെസേർട്ട് കൂടാണ്ട് 52-55 ഐറ്റം നമ്മളിവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എന്റെ പൊന്നു മോനെ, ഈ ഹോള് അഡ്ലെക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനുള്ള ഏരിയ ഉണ്ട്. നമുക്ക് ഇതിപ്പോ ഏകദേശം എത്ര പേരുടെ പരിപാടിയാണ്? നമുക്കിത് ഏകദേശം ഒരു 5000 പേരുടെ അടുത്തുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മള് ഇങ്ങനത്തെ വലിയൊരു പരിപാടി പിടിക്കുമ്പോൾ അതിന് മുൻകൂട്ടി എന്തെങ്കിലും പ്രിപ്പറേഷൻസ് പരിപാടി? ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ട്. മെയിൻ കേസ് നമ്മുടെ ടീമാണ്, ഞങ്ങളുടെ ടീം വർക്കാണ്. എൻ്റെ ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് നമ്മുടെ ഒരു അനീഷ് ഉണ്ട്. നമ്മുടെ എല്ലാ അനീഷ് ഉണ്ട്. പുള്ളിയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, നമ്മൾ കിച്ചണിലെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും. നമ്മുടെ ഒരു ടീം വർക്കാണ് ശരിക്കും ഇത്രയും വലിയൊരു ഫംഗ്ഷൻ സക്സസ് ആക്കാന്ന് പറഞ്ഞൊരു ടീം വർക്ക് മാത്രമാണ്. അല്ലാതെ നമ്മുടെ എന്തൊരു സാധനം ഹിറ്റ് ആവുന്നത് ഒരു ടീമാണ്. പണ്ട് ഞാൻ ജോബിയുടെ കൂടെ കാറ്ററിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നിനക്ക് ഓർമ്മയില്ല, പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്.
ഞാൻ കാറ്ററിംഗ് വർക്കിന് ജോബിനോട് വന്നിട്ടുണ്ട്, മറ്റേ വിളമ്പണ പരിപാടി. ഏകദേശം 9ാം ക്ലാസ് തുടങ്ങി ഈ ഫീൽഡിൽ ഇറങ്ങിയ ആളാണ്. എനിക്കറിയാം. അന്ന് തുടങ്ങി പല കാറ്ററിംഗുകാരുടെയും ഇങ്ങനെ സർവീസും കിച്ചണും അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത്. അന്ന് ജോബി വിളിക്കും മറ്റേ ടീമിനെ, ഞായറാഴ്ച വർക്കുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളാണല്ലോ നമുക്ക് കല്യാണം വർക്ക്. 80 രൂപ 90 അങ്ങനെ എന്തോ കിട്ടണേ മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടി അന്ന് ജോബിയുടെ വർക്കിനും. ഓക്കെ, അപ്പൊ എന്തായാലും നിന്റെ ഈ പരിപാടിയിലൊക്കെ അടിപൊളിയാവട്ടെ. നമ്മുടെ കാറ്ററിംഗ് സർവീസിന്റെ പേര് എന്ന് പറഞ്ഞേ. ഞങ്ങളുടെ കാറ്ററിംഗ് സർവീസിന്റെ പേര് ഫുഡ് കഫേ എന്നാണ്. ഞങ്ങൾ കിരിയാന്തൻസ് ഫുഡ് കഫേ ആണ്. ഞങ്ങളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്താണ് കിരിയാന്തൻസിന് ഫുഡ് കഫേ എന്നുള്ളൊരു പേരിന്റെ. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ പറഞ്ഞല്ലോ തനുമിന്റെ ഉൾപ്പെടെ പരിപാടികൾ നമ്മൾ ധൈര്യപൂർവ്വം ഏൽപ്പിച്ചിട്ടുണ്ട്. കറുകൂറ്റിയിൽ വന്ന് അല്ലെങ്കിൽ മൂക്കന്നൂർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാണ്ട് ഏൽപ്പിച്ചോ, ധൈര്യമായിട്ട് ഏൽപ്പിച്ചോ എന്ന് പറയുള്ളൂ. വണ്ടികൾ പോകാൻ കേട്ടോ, സൈഡ് കൊടുക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. ജോബിയുടെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. പിന്നെ ഞങ്ങൾ പ്രത്യേക ഒരു നന്ദി പറയാനുണ്ട്. ഇപ്പോൾ ഞങ്ങളെ പ്രോഗ്രാം ഏൽപ്പിച്ചത് ഇത് നവ്യ ഗ്രൂപ്പിന്റെ പ്രോഗ്രാമാണ്. നവ്യ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കേരളത്തിലല്ല, ഇപ്പൊ ലോകത്തിൽ തന്നെ എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമല്ല, ഒരു വലിയൊരു ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിലൊക്കെ അവർ പ്രൊഡക്ട്സ് വന്നു തുടങ്ങി. അങ്ങനെ ഒരാള് അതിന്റെ MD നമ്മളെ വിശ്വസിച്ച് ഒരു പ്രോഗ്രാം ഏൽപ്പിച്ചു. ഒത്തിരി നന്ദിയുണ്ട് നവ്യ ബിജു സാറിനോട്. ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുക. അതുപോലെ തന്നെ ഇത്രയും നല്ലൊരു പരിപാടി ഇത് സക്സസ് ആവാൻ സഹായിച്ച എൻ്റെ എല്ലാ ടീംസിനോടും. അതാണ് എൻ്റെ സർവീസ് സ്റ്റാഫുണ്ട്, കിച്ചൺ സ്റ്റാഫുണ്ട്, ലൈവിന് വന്ന സ്റ്റാഫുണ്ട്. ഒരുപാട് പേര് ഇതിന്റെ പിറകിൽ ഒരാഴ്ചയായിട്ട് ഇതിന്റെ പിറകെ തന്നെയാണ്. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ കണ്ടുട്ടോ, അകത്ത് എല്ലാവരും ഊട്ടി നടക്കാണ്. ഊട്ടി നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂടത്താണ്. നമ്മൾ കുറച്ച് നേരം അവിടെ നിൽക്കുമ്പോഴേക്കും AC-ക്കകത്ത് പോകും. ഈ ചൂടത്ത് പോലും ആ ഓടി നടക്കാണ്. പിന്നെ ആ ടീം നിന്റെ കൂടെ ഉള്ളതാണ് നിന്റെ സെറ്റപ്പ്. താങ്ക്സ്. അപ്പം എന്തായാലും കൂടി നവ്യ പൈസേണ്ണും എന്റെ ടീമിനും നന്ദി പറഞ്ഞുകൊണ്ട് എനിക്കും അപ്പം എറണാകുളം തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇതുപോലെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോബിനെ വിളിക്കാം. എൻ്റെ പേര് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഞങ്ങൾ ഇന്ന് ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം അകത്തൊക്കെ പോയിരുന്നു. എല്ലാവരും ഇന്ന് കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കാൻ പോണ്. ജോബിയുടെ തിരക്കുകൾ കഴിഞ്ഞിട്ടില്ല പരിപാടികൾ. അപ്പം എനിവേസ് ഭാവി പരിപാടികൾക്കും ഓൾ ദ ബെസ്റ്റ്. പിന്നെ നമ്മുടെ ഒരു ഹോട്ടലുണ്ടല്ലോ ഞങ്ങളുടെ അങ്കമാലിലെ, അത് പറയാം, ഞങ്ങൾക്ക് അങ്കമാലിൽ റെസ്റ്റോറൻറ്റ് ഉണ്ട് സൽക്കാറിന്റെ പേരിൽ. ഞാനും കുക്കും ദീപയൊക്കെ പലതവണ അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് എനിക്ക് അവിടുത്തെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കുന്നത് നമ്മുടെ LF ഹോസ്പിറ്റലിന് അതിന്റെ ഓപ്പോസിറ്റ്. പിന്നെ അടുത്ത ഒരു 2 മാസത്തിനുള്ളിൽ അങ്കമാലിൽ തന്നെ ഒരു 400 സീറ്റുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ഓപ്പൺ ചെയ്യും. LF ഹോസ്പിറ്റൽ കഴിഞ്ഞ് കാലടിക്ക് പോണ വഴിയിൽ ഒരു 400 സീറ്റുള്ള ഒരു റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്. ജൂണിൽ അതിന്റെ ഓപ്പണിംഗ് ഉണ്ടാവും. അപ്പോൾ അതിനും എല്ലാവരുടെയും സഹകരണം സ്നേഹം പ്രതീക്ഷിക്കുന്നു. അതെ, പ്രതീക്ഷിക്കുന്നു. അപ്പം എന്തായാലും എല്ലാത്തിനും ഓൾ ദ ബെസ്റ്റ്. നീ നിന്റെ പരിപാടികൾ നടക്കട്ടെ. ഞാനും നൈസായിട്ട് കുറച്ചു നേരം പോയിരുന്നിട്ട് പോവാണ്. ഓക്കേടാ, താങ്ക് യുടാ. ശരി, ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും കൊതിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞാണ് ഞാൻ, വേറെ ഒന്നും വിചാരിക്കരുത്.